യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നവരെ ചൈനയ്ക്ക് മേൽ 50% മുതൽ 100% വരെ തീരുവ ഏർപ്പെടുത്തണമെന്നാണ് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ രാജ്യങ്ങളോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ അമേരിക്കൻ ഉപരോധങ്ങൾക്ക് മുമ്പ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപിൻ്റെ ആവശ്യം. അമേരിക്കൻ മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ട്രംപ് അടങ്ങിയിരിക്കുന്നില്ല. മോർണിംഗ് ട്രംപിന്റെ വാർത്തകൾ നമ്മൾ നിരന്തരം പറയുന്നത് കൊണ്ട് ട്രംപിനൊരു തീരുവ ഏർപ്പെടുത്തണമെന്ന് SKN ഒന്ന് ആലോചിക്കണം. ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തിവെച്ച് വ്ളാദിമിർ പുടിന് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കണമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് നാറ്റോ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു നീക്കം ഉണ്ടായാൽ മാത്രമേ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ റഷ്യയുടെ മേൽ ഏർപ്പെടുത്തൂ എന്നും പറയുന്നുണ്ട്. ചൈനയ്ക്ക് റഷ്യയുടെ മേൽ നല്ല നിയന്ത്രണമുണ്ട്, ഹോൾഡ് ഉണ്ട്. ഈ തീരുവ ഉയർത്തിയാൽ ഈ ഹോൾഡ് ഒക്കെ ബ്രേക്ക് ആകുമെന്നാണ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. താൻ പറയുന്നത് അനുസരിച്ചാൽ ഈ യുദ്ധം വേഗം അവസാനിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുറെ ജീവനുകൾ രക്ഷപ്പെടുത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ അമേരിക്കയുടെയും തന്റെയും സമയവും പണവും ഒക്കെ താഴാക്കി കളയുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. റഷ്യക്കെതിരെ കൂടുതൽ US ഉപരോധങ്ങൾക്ക് മുമ്പ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ നാറ്റോ രാജ്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ 50 മുതൽ 100% വരെ തീരുവ നാറ്റോ ഏർപ്പെടുത്തണമെന്നാണ് ട്രംപ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ട്രംപ് എത്രത്തോളം ശക്തമായിട്ടാണ് നാറ്റോ രാജ്യങ്ങളോട് ചൈനയ്ക്കെതിരെ നീങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമല്ല. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചൈനയുടെ ഈ റഷ്യയോടുള്ള അടുത്ത കാലത്തായിട്ടുള്ള അടുപ്പം അത്രയും എത്തിക്കുന്നില്ല. അതേസമയം ചൈനയുമായി ഫ്രീ ട്രേഡ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ശക്തമായി ചൈനയ്ക്കെതിരെ ആ രാജ്യങ്ങൾക്ക് നീങ്ങുവാൻ പറ്റുമെന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. SKN പക്ഷെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ പേര് ഇന്ന് ട്രംപ് പരാമർശിച്ച് കണ്ടില്ല. മനഃപൂർവ്വമാണോ അതോ മറന്നുപോയതാണോ എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.